എങ്ങനെയുണ്ട് ലെക്സസ് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഏതൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട്? എല്ലാ വണ്ടി ഇരിക്കുന്നുണ്ട്. ടൊയോട്ട വണ്ടികളാണല്ലേ. അപ്പം വീഡിയോ കാണുന്നവരിലേക്കാണ്. എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഷോറൂം ഉണ്ട്. ഞങ്ങൾക്ക് 3 ഷോറൂമാണുള്ളത്. ഒന്ന് കാലിക്കട്ട്, കണ്ണൂർ, കൊച്ചി. അപ്പം മാർക്ക് 4 എന്നാണ് ഷോപ്പിന്റെ പേര്. നമുക്ക് 500 കാറിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മച്ചാന്റെ വീഡിയോയിലൂടെ വണ്ടി ലെക്സസ് ഒക്കെ വിൽക്കുന്നല്ല, അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ അടുത്തോട് വണ്ടി എടുക്കുക അല്ലേ? ഓക്കെ, ഫസ്റ്റ് പ്രൊമോഷനായി. പ്രൊമോഷൻ അത് സ്വന്തം വണ്ടിക്കടയൊക്കെ സ്വന്തം തന്നെയാണ്. പിന്നെ ഇതുണ്ട്, ഹോട്ടൽസ് സ്വന്തം തന്നെയാണ്. ബാക്കി കൊളാബിൽ ജീവിക്കുന്നു. അടുത്ത് പറയൂ. ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ചെറുതല്ല, ചോദിക്കാം. അല്ലല്ല, ദുബൈയിലത്തെ എത്ര കാലമായി? 6 വർഷമായി. 6 years ആയിട്ട് ദുബൈയിലുണ്ട്. എന്തായിട്ടാ ഇവിടെ ഫസ്റ്റ് വന്നത്? എന്തായിട്ടാ? ഇങ്ങനെ വെച്ചോ, ജോബായിട്ട് വന്നതാണ്. എന്നിട്ട് ഇപ്പൊ ഇൻഫ്ലുവൻസർ ആയി? അല്ല, ഇൻഫ്ലുവൻസർ ഞാൻ ആ സമയത്ത് തൊട്ട് അജ്മല് അന്ന് ഫേമസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഫോളോസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ഇനി എന്താവണം എന്നാണ് ബ്രോന്റെ ആഗ്രഹം? എനിക്ക് വാട്ട് ഈസ് യുവർ മാനിഫെസ്റ്റേഷൻ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ബിസിനസ്മാൻ ആവണം, ഓൺട്രപ്രണർ ആവണം എന്നാണ് ആഗ്രഹം. ഓക്കെ. അപ്പൊ ആ ഒരു ബിസിനസ്മാൻ ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രോ എന്തൊക്കെ കാര്യങ്ങളാണ് രാവിലെ എണീറ്റിട്ട് ചെയ്യുന്നത്? എന്തൊക്കെ പണിക്ക്? ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അത് മാത്രമല്ല വണ്ടി രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട്. അതിൽ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ഏൺ ചെയ്യുന്നുണ്ട്. അത് ഏൺ ചെയ്തിട്ട് അങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് പ്ലാൻ ആണ്. എന്നിട്ട് ഹോബീസ് ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുക. വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കിട്ടില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം ലോക്കിലാണുള്ളത്. അതെ, 9 to 5 ജോബ്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പുറത്താക്കാൻ എന്നെ സഹായിച്ചത് എന്റെ ബ്രദറാണ്. ഐ മീൻ എനിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. അല്ലല്ല, ഒരു മോട്ടിവേഷനും ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്റെ ഒന്നുമില്ല. ഐ മീൻ ഞാൻ പ്ലെയിൻ ആയിട്ട് ഇറങ്ങിയത്. അത് സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യം പറയാലോ. അങ്ങനെ ഇറങ്ങിയ അങ്ങനെ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ വന്നു. ഗൈസ്, ഇതുണ്ടല്ലോ നമ്മുടെ ബ്രോ. സത്യം പറഞ്ഞാൽ അത് എല്ലാവരുടെ ലൈഫും അങ്ങനെയാണ്. ഞാനൊരു മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയത് വ്ളോഗിങ്ങിലൂടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഇതേപോലെ ബ്രദറിൻ്റെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ബട്ട് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം അത് തന്നെയാണ്, എനിക്കൊരു ബ്രദർ ഇല്ല എന്നുള്ളതാണ്. എൻ്റെ സിസ്റ്റർ അത് കാണില്ല കേട്ടോ. ഓക്കെ, എനിവേ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം, ഹോട്ട് സീറ്റിലേക്ക്. അജ്മൽ ഖാനെ, നമുക്ക് ഈ പുള്ളിക്ക് മണി മാനേജ്മെന്റ് 2 ടിപ്സ് എന്താ പറയാനുള്ളത്? പൈസ ഒരുപാട് ഉണ്ടാക്കണം, മണി മാനേജ്മെന്റ് ടിപ്സ് എന്താണ് പറയാനുള്ളത്? നീ പറ, എനിക്ക് അറിയില്ല. അല്ല, ബിസിനസ്മാൻ ആവാൻ പോണേ. ബ്രോ പറ, മണി മാനേജ്മെന്റ് ടിപ്സ് എന്തൊക്കെയാണ്? ഒരു ബിസിനസ്മാൻ ആകുമ്പോൾ ഉള്ള മണി മാനേജ്മെന്റ്, മണി ഹാൻഡ്ലിംഗ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? അക്കൗണ്ടിന് വെച്ചിട്ടാണ് പോകുന്നത്. എഴുതി വെക്കാറുണ്ടോ പോണ പൈസ ഒക്കെ? ആണ്. അപ്പൊ ഏണിങ് എങ്ങനെയാണ്? മുമ്പ് എഴുതലില്ല, പറഞ്ഞതിന് ശേഷമാണ്. ആര് പറഞ്ഞു? ബോസ് പറഞ്ഞ ശേഷം. ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇപ്പൊ എഴുതി വെക്കാറുണ്ട്, പൈസ ഒക്കെ പക്കായിട്ട് വെക്കാറുണ്ട്, സേവിങ്സ് ഒക്കെ ആക്കി വെക്കാറുണ്ട്. സേവിങ്സ് ആയിട്ടില്ല. സംഭവം എന്താ സംഭവം അറിയാം, പാവം തുടങ്ങിയിട്ടുള്ളൂ, ഒന്നും അറിയില്ല. ഇങ്ങനെ കാല് വെച്ച് കയറി വരുന്നത്. ബിസിനസ്മാൻ ആകണമെന്നുള്ളവർക്ക് മണി മാനേജ്മെന്റ് പഠിക്കണം. ആദ്യം മുതലേ എല്ലാം പഠിച്ച് സെറ്റായിട്ട് പൊളിയായിട്ട് വരട്ടെ. അതിന്റെ യൂട്യൂബ് വലിയ സംഭവം ആവട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പൊ ഇത്രയും വലിയ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് 2 ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. ഓക്കെ.